ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നല്ല പെർഫെക്റ്റായിട്ട് വീട്ടിലെങ്ങനെ കുബൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3/4 കിലോയോളം മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തോരം പൊടി വേണോ മൈദ വേണോ അത് എന്തോരം ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് എടുക്കണം. ഒരു മീഡിയം സൈസ് കുബൂസ് ആണെങ്കിൽ 1 കിലോയ്ക്ക് ഒരു 20 എണ്ണം ഉണ്ടാക്കാം. അത്യാവശ്യം കട്ടിയോട് കൂടിയാണ് കുബൂസ് ഉണ്ടാക്കുന്നത്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പം ഇവിടെ ഞാനൊരു 3/4 കിലോയെ എടുക്കുന്നുള്ളൂ. ഒരു 10-12 എണ്ണം എന്തായാലും അല്ലെ 13 അത്രയും കുബൂസ് കിട്ടും. വലിയ കുബൂസാണെങ്കിൽ അത്രയ്ക്കും കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങളുടെ എന്തോരം വലിപ്പം അനുസരിച്ച് അതനുസരിച്ച് വേണം കുബൂസ് പൊടിയെടുക്കാൻ, കുബൂസിന് ആവശ്യമായിട്ടുള്ള പൊടിയെടുക്കാൻ. അപ്പോൾ അതാ ഞാൻ 3/4 കിലോയ്ക്ക് 2 മുട്ട ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കിലോ മൈദയുടെ ആണെങ്കിലും 1 മുട്ടയാണെങ്കിലും മതി. 1/2 കിലോയ്ക്ക് എന്തായാലും 1 മുട്ട മതി. ഇപ്പോൾ ഞാൻ 3/4 കിലോയ്ക്ക് 2 മുട്ട ചേർത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ബ്രെഡ് പോലെ ഇരിക്കണമെങ്കിൽ 2 മുട്ട ചേർത്താൽ നന്നായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ടീസ്പൂൺ അളവ് അനുസരിച്ച് നോക്കിയാൽ 2 വലിയ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന കോമൺ ആയിട്ട് കിട്ടുന്ന ഈസ്റ്റ് ആകുമ്പോൾ 2 വലിയ സ്പൂൺ വേണ്ടി വരും. എന്നാലേ പെട്ടെന്ന് നമുക്ക് പൊന്തി വരുത്തുള്ളൂ, സോഫ്റ്റായി പുളിച്ച് പൊന്തി വരുത്തുള്ളൂ. പുളിയൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ സോഫ്റ്റായിട്ട് വരുത്തുള്ളൂ, ഡബിൾ സൈസായിട്ട് വരുത്തുള്ളൂ. അതല്ല ഗൾഫിൽ നിന്നൊക്കെ കിട്ടുന്ന വലിയ മണിമണി പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കുറച്ച് മതി, 1 സ്പൂണോളം മതി. എന്നിട്ട് നമുക്ക് മധുരം, ഇപ്പം ഞാനിവിടെ 1.5 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരമുള്ള കുബൂസ വേണമെങ്കിൽ മധുരം ഒരു വലിയ 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇളം ചൂടുള്ള പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ എന്തോരം പൊടി നനയാൻ പാൽ വേണോ അതനുസരിച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് ആയിരിക്കും. അതല്ല പാലും വെള്ളവും കൂടി നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം മാത്രം ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും പാൽ ചേർത്ത് കുഴയ്ക്കുമ്പോൾ നല്ല ബ്രെഡിൻ്റെ ടേസ്റ്റോട് കൂടിയുള്ള കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ പൊടി നനയാനനുസരിച്ചുള്ള പാൽ ചേർക്കുക. അപ്പോൾ 2-3 മണിക്കൂർ നമ്മുടെ നോർമൽ ക്ലൈമറ്റ് ആണെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് ഡബിൾ സൈസായിട്ട് വരും. അതല്ല തണുപ്പ് കാലമാണെങ്കിൽ നന്നായിട്ട് തുണി പൊതിഞ്ഞ് ഈ പാത്രം ഒന്ന് പൊതിഞ്ഞ് കവർ ചെയ്തിട്ട് ഗ്യാസിൻ്റെ അവിടെ ഓവന് ഒന്ന് ഹീറ്റാക്കിയിട്ട് ഓഫാക്കിയിട്ട് അതിലേക്ക് വെച്ചാലും പെട്ടെന്ന് തന്നെ ഡബിൾ സൈസായിട്ട് വരും. പെട്ടെന്ന് വെച്ചാൽ ഇപ്പം 3 മണിക്കൂർ എന്നുള്ളത് ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഡബിൾ സൈസായിട്ട് വരും. ചിലപ്പം 4 മണിക്കൂർ വരെയും എടുക്കും. അപ്പം എന്തോരം നല്ലപോലെ പൊങ്ങി വരുന്നോ മാവ്, അത് അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാടങ്ങ് ടൈം വെക്കേണ്ട, ഒരു 4-5-6 മണിക്കൂറൊന്നും വെച്ചേക്കരുത്. കാരണം രാത്രി കുഴച്ച് വെച്ചിട്ട് രാവിലെ എടുക്കാമെന്നൊന്നും വിചാരിക്കില്ല, അപ്പോൾ പുളിച്ചു പോകും കേട്ടോ. അങ്ങനെ ചെയ്തേക്കരുത്. അപ്പോൾ ഞാൻ അതെല്ലാം ബോൾസ് ആക്കി എടുത്ത് ഒരെണ്ണ തടവിയ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ബോൾസില്ലേ അത് വേണം ആദ്യം പരത്താൻ. അപ്പോൾ അങ്ങനെ നല്ല നമ്മൾ ബോൾസ് എടുക്കുമ്പം തന്നെ എന്താ ഉണ്ടാക്കുന്ന ബോൾസ് പോലെ നമുക്ക് കൈ തൊടുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിങ്ങനെ ഒരേ അളവിൽ പരത്തിയെടുക്കണം കേട്ടോ. പരത്തുന്ന അനുസരിച്ച് ഒറ്റ കുമ്പളയ്ക്ക് പൊങ്ങി വരും. ഒരേ ലെവലിലാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ ഒറ്റ കുമ്പളയ്ക്ക് പൊങ്ങി വരും. അപ്പോൾ എല്ലാം ഒന്നും എൻ്റേത് അങ്ങനെ ആകത്തില്ല. ചിലതൊക്കെ ഒരുപാട് പൊങ്ങാതെയൊക്കെ വരും, ചിലത് ഒറ്റ കുമ്പളയ്ക്ക് വരും. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരേപോലെ നമ്മൾ പരത്തിയെടുക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പരത്തി മൈദ ഇട്ടാണ് പരത്തുന്നത്. പരത്തി ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ ഒരിക്കലും അടുക്കി ഒരു പാത്രത്തിൽ വെക്കരുത്, ഒട്ടിപ്പിടിക്കും കേട്ടോ മൈദ. അപ്പോൾ തുണിയിലിടുന്നത് പുറം ഇങ്ങനെ കവർ ചെയ്ത് ആ തുണി കൊണ്ട് തന്നെ അങ്ങ് മൂടിയിട്ടിരുന്നാൽ ഡ്രൈ ആവത്തില്ല. അപ്പോൾ ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് ഞാനത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വശം ഒന്ന് നല്ലപോലെ ഒന്ന് ബബിൾസ് പോലെ വന്നപ്പം തിരിച്ച് ഇട്ട് കൊടുത്തത് ഹൈ ഫ്ലെയിമിലേക്കാണ്. അങ്ങനെ വേണം ഈ കുബൂസ് ചുട്ടെടുക്കാൻ. അതൊന്ന് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ നല്ല ഒരു വശം ഇങ്ങനെ പൊള്ളാതെ ഡ്രൈ ആയിട്ട് ഇരിക്കും കുബൂസ്. സോഫ്റ്റായിട്ട് കുബൂസ് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒറ്റ കുമ്പളയ്ക്ക് പൊങ്ങി വരും ഹൈ ഫ്ലെയിമിൽ. അതുപോലെ തന്നെ ചുട്ട് തുണിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.